അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളിനകത്ത് ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രോബിലിറ്റി ഇതൊക്കെ ഇത്രയും ടാസ്ക് ആണ്. ഒരു സർക്കിള് അല്ലെ, അതിൻ്റെ അകത്ത് വെച്ചപ്പോൾ ഒരു സ്ക്വയർ. ഈ സ്ക്വയർ ആണ് അസ്യൂം ചെയ്യാം. സമച്ചിട്ട് ഓക്കെ. ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അകത്തുള്ള ഏതിൻ്റെയാണ് നമുക്ക് വേണ്ടത്? ആ സ്ക്വയറിൻ്റെ ആണ് പ്രോബിലിറ്റി. ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി, ആദ്യം ഈ സ്ക്വയറിന്റെ ലെങ്ത് അറിയത്തില്ല. ഞാൻ ലെങ്ത് ഓഫ് സ്ക്വയർ, ഇത് സൈഡിന്റെ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ വശത്തിന്റെ നീളം, അത് ഞാൻ എ ആക്കി എടുത്തു. എത്രയാക്കി എടുത്തു? എ. ഇത് എ ആണെങ്കിൽ ഇതെല്ലാം എത്രയാണ്? എല്ലാം എത്രയാണ്? എ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏരിയ ആണ് എനിക്ക് ഇതിന്റെ ഏരിയ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പുറത്തിനകത്ത് വേറെ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഏരിയ എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിന്റെ ഏരിയ, സൈഡ് സ്ക്വയർ, സൈഡിന്റെ സ്ക്വയർ. അപ്പോൾ വശങ്ങളുടെ സ്ക്വയർ, അതാരാ? എയുടെ സ്ക്വയർ, എ സ്ക്വയർ. ഇനി നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കിട്ടി. എനിക്ക് വേണ്ട ആരാ? ഇനി സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ അറിയാം. സർക്കിളിന്റെ ഏരിയ ആണുള്ള ഫോർമുല എന്നാ? സർക്കിളിന്റെ ഏരിയ ഓഫ് സർക്കിൾ എന്നാ? ഏരിയ ഓഫ് സർക്കിൾ ചോദിച്ചാൽ പൈ ആർ സ്ക്വയർ. അതിലൊരു പ്രശ്നമുണ്ട്. എന്നതാ? നമുക്ക് എന്തറിയത്തില്ല, റേഡിയസ് അറിയത്തില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ഓർക്കുക. ഇത് പൈതോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ റേഡിയസ് കാണാൻ പോകുന്നത്. മക്കളെ ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത് 3ഉം ഇത് 3ഉം ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഷോർട്ട് കട്ട് ആണ്. ഇതിന്റെ കൂടെ റൂട്ട് വിട്ടാൽ മതി കേട്ടോ. മൂന്നാമത്തെ സൈഡ് എങ്ങനെയാണ്? ഇത് 3ഉം ഇത് 3ഉം ആണെങ്കിൽ എന്താ? അതിൻ്റെ റൂട്ട് വിട്ടാൽ മതി. കുഴപ്പമില്ലല്ലോ. ഇത് 3ഉം ആണെങ്കിൽ എന്താ? അതിൻ്റെ റൂട്ട്. ഇത് 5ഉം 5ഉം ആണെങ്കിലും, ഇത് 5ഉം 5ഉം ആണെങ്കിൽ ഇതാരാ? ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 5 റൂട്ടും ആയിരിക്കും. ഷോർട്ട് കട്ട് ആണേ. ഇത് 4ഉം ഇത് 4ഉം ആണെങ്കിൽ ആരാ? 4 റൂട്ടും. അതേപോലെ തന്നെ അതിൻ്റെ റൂട്ടും ചേർത്താൽ മതി. എയും ആണെങ്കിൽ ഇത് ആരായിരിക്കും? എ റൂട്ട്. ആരായിരിക്കണം? എ റൂട്ട്. അപ്പൊ ഈ മൊത്തം നീളമാണ്. ഇത് മൊത്തത്തിലുള്ള നീളം എത്രയായിരിക്കും? എ റൂട്ട്. പക്ഷെ എനിക്ക് മൊത്തം വേണ്ട. പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതിയാ. ആർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതിയാ. ഇപ്പൊ റേഡിയസ് എത്ര ആയിരിക്കണം പിള്ളേരെ? പറഞ്ഞേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എ റൂട്ട് 2ന്റെ പകുതി. പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡ്. മനസ്സിലായാലും? ആദ്യം ഞാൻ സ്ക്വയറിന്റെ സൈഡിനെ എ എടുത്തു. എ സ്ക്വയർ കണ്ടുപിടിച്ചു, സൈഡിന്റെ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ. ഇത് സർക്കിൾ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ടുപിടിച്ച് മനസ്സിലായാലും ഇത് എയും ആണെങ്കിൽ ഇത് എ റൂട്ടും. അതിന്റെ പകുതി. അപ്പൊ പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. ആരാ റേഡിയസ്? എ റൂട്ട് 2/2ന്റെ സ്ക്വയർ. മനസ്സിലായാലോ? പൈ ഇൻറ്റു എയുടെ സ്ക്വയർ ആരാ? എ സ്ക്വയർ. എയുടെ സ്ക്വയർ എ സ്ക്വയർ. റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് പഠിച്ച റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ ഈ സ്ക്വയർ റൂട്ട് കട്ടായി 2 വരും. സോ 2 ഉണ്ട് ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ ഉണ്ട്. അതാരാ? 4. മനസ്സിലായാലോ? പൈ ഉണ്ട്. എയുടെ സ്ക്വയർ ആരാ? എ സ്ക്വയർ. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. 2ന്റെ സ്ക്വയർ 4. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ പൈ എ സ്ക്വയർ ഉണ്ട്. 2/4. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2. മനസ്സിലായാലോ? 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2. സോ പൈ എ സ്ക്വയർ ബൈ 2. കണ്ടോ? 2ഉം 4നെ കട്ട് ചെയ്താൽ 2. താഴെയാണ് 2a, കാരണം എന്താ? വലുത് താഴെ. സോ പൈ എ സ്ക്വയർ ബൈ 2. ഇനി എന്നതാ? പ്രോബബിലിറ്റി. ഇത് ഇവിടെ എഴുതുവാണേ. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തൂക്കാം അല്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പിള്ളേരെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അകത്തെ ആരാ? നമ്മുടെ ഏറ്റവും ചെറുത് ആരായിരുന്നു? നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ഡിവൈഡ് ബൈ സർക്കിളിന്റെ ഏരിയ. സർക്കിൾ ആരാ? പൈ എ സ്ക്വയർ ബൈ 2. പൈ എ സ്ക്വയർ ബൈ 2. അപ്പൊ ഈ എ സ്ക്വയറും കട്ടായി. ഈ 2 മേളിൽ പോകും കേട്ടോ. ഈ 2 മണ്ടേ പോകും. സോ 2 കൊണ്ട് മേളിൽ താഴെ ആരാ? പൈ. സോ ആൻസർ ഇസ് 2/2. ഇതായിരിക്കും ആൻസർ കേട്ടോ. 2/2. ഈ 2 മേളിൽ പോകും, താഴെ ഒരു പൈ ഉണ്ട്. സോ എ സ്ക്വയർ ബൈ 2/2. ക്ലിയർ അല്ലേ? ആദ്യം സൈഡ് എ എടുത്തു, ഏരിയ എ സ്ക്വയർ. ഇനി ഇത് ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എ റൂട്ട് 2, അതിന്റെ പകുതിയാണ് റേഡിയസ് കേട്ടോ. പകുതി. അപ്പൊ എ റൂട്ട് 2/2 വന്നു. എയുടെ സ്ക്വയർ എ സ്ക്വയർ. റൂട്ട് 2നെ സ്ക്വയർ ചെയ്താൽ 2, 2ന്റെ സ്ക്വയർ ചെയ്താൽ 4. ഈ 2 4നെ കട്ട് ചെയ്യുമ്പോൾ 2. പൈ എ സ്ക്വയർ ബൈ 2. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ആരാ? എ സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സർക്കിൾ പൈ എ സ്ക്വയർ ബൈ 2. ഈ എ സ്ക്വയർ കട്ടായി 2/5. ക്ലിയർ അല്ലേ? ഇനി മക്കളെ തിരിച്ച സ്ക്വയറിന്റെ അകത്ത് സർക്കിൾ. ഇപ്പൊ ആരാ? സർക്കിളിന്റെ അകത്തല്ലായിരുന്നു സ്ക്വയർ. അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 4ാമത്തെ ആയിരുന്നു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കി, സ്ക്വയറിന്റെ അകത്ത് സർക്കിൾ. ഇതാരാ? സ്ക്വയർ. ഇതാരടാ മക്കളെ? സ്ക്വയർ. ഇത് സർക്കിൾ. ഞാൻ വരയ്ക്കും മാത്രം വൃത്തിയാണോന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഏരിയ. കുഴപ്പമില്ലല്ലോ? ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ചോദിക്കടാ, എളുപ്പമാണ് ആക്ച്വലി. ഞാൻ സൈഡ് ഓഫ് സ്ക്വയർ എ ആക്കി എടുത്തു. സൈഡ് ഓഫ് സ്ക്വയർ ആരാ? എ. അപ്പൊ ഏരിയ എന്നായിരിക്കും? ഏരിയ ഓഫ് സ്ക്വയർ പറഞ്ഞ സ്ക്വയറിന്റെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ. ഇത് അപ്പൊ ഇത് എളുപ്പമാണ് കേട്ടോ. ഇത് നടുക്കൂടെ പോകുന്ന ഇതും എത്ര തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. മൊത്തത്തിൽ എ അല്ലെ? ഇത് എ ആണെങ്കിൽ നടുക്കൂടെ പോകുന്ന ഈ ഡയമീറ്ററും എ ആണ് കേട്ടോ. ആരമല്ല വ്യാസം അല്ലെ? വ്യാസവും എ.
അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. കാരണം അറിയാലോ സൈഡ് സ്ക്വയർ. ഇനി നോക്കി റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് ഇത് മൊത്തത്തിലാണ് എ. ഇപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പകുതി, എയുടെ പകുതി. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ പറഞ്ഞേ, ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ, പൈ ആർ സ്ക്വയർ അല്ലേ? സോ പൈ ഇൻറ്റു ആർ, ആർ ആരാ? എ ബൈ ടു അതിൻ്റെ സ്ക്വയർ. പിന്നെ ഒരു പൈ ഇൻറ്റു അല്ലേ, എ അല്ല എ ബൈ ടു, പകുതി എടുക്കണേ, കാരണം ഇതാണ് എ ബൈ ടു, റേഡിയസാണ് വേണ്ടത്. സോ എയുടെ സ്ക്വയർ എ സ്ക്വയർ, ടൂവിൻ്റെ സ്ക്വയർ 4. കുഴപ്പമില്ലല്ലോ. ഇനി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അകത്തത് ബൈ വലുത്. ആരകത്ത്? സർക്കിളാണ്. സർക്കിളിൻ്റെ ആരാ? പൈ എ സ്ക്വയർ ബൈ 4 അല്ലേ, ഡിവൈഡ് ബൈ ടോട്ടൽ. ടോട്ടൽ ആരാ? ടോട്ടൽ സ്ക്വയറാണ്. സ്ക്വയറിന് ആരാ? എ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. അല്ല എ സ്ക്വയർ ബൈ 1 എഴുതാം. എ സ്ക്വയർ ബൈ 1 എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറിനെ കട്ട് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഇത് തിരിച്ചിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. അതായത് ഇതിന് ഇങ്ങനെ എഴുതാം, പൈ എ സ്ക്വയർ ബൈ 4നെ ഇത് ഡിവിഷൻ അല്ലേ, ഇൻറ്റു ആക്കി എഴുതുമ്പോൾ ഇത് തിരിയും, 1 ബൈ എ സ്ക്വയർ ആവും. ഈ എ സ്ക്വയർ കട്ടാവും. സോ ആൻസർ ഇസ് എ സ്ക്വയർ ബൈ, മുകളിൽ പൈയും താഴെ 4 പൈ ബൈ. കുഴപ്പമില്ലല്ലോ. മറ്റേത് 2 ബൈ പൈ ആണെങ്കിൽ ഇതാരാ? പൈ ബൈ 4. ഇതൊന്ന് ഓർത്ത് വെച്ചേരെ.